നരേന്റെ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ റോബിൻഹുഡ്, അച്ചുവിന്റെ അമ്മ, ക്ലാസ്മേറ്റ്സ് ഇതൊക്കെ ഒരു വലിയ ഒരു നല്ല ഹൈറ്റ്സിൽ പോയ കുറെ മൂവീസ് ആയിരുന്നു. പക്ഷെ എല്ലാത്തിനും ഒരു ഗ്യാപ്പ് ഉണ്ട്. അതെന്തുകൊണ്ടായിരുന്നു? അത് ഞാൻ മലയാളം സിനിമ ചെയ്യുന്നതോടുകൂടി തന്നെ തമിഴ് സിനിമയും ചെയ്യുന്നുണ്ട്. ഒരു ആക്ടർക്ക് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ഒരു സ്റ്റാർഡം നമ്മൾ വേണമെങ്കിൽ, ഒരു ഇൻഡസ്ട്രിയിൽ ഒരു സ്റ്റാർ ആവണമെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ സജീവമായി നിന്നേ പറ്റും. അപ്പം ഞാൻ പലപ്പോഴും ഇവിടെ ഓരോരോ നല്ല സിനിമകൾ വരുമ്പോഴും അടുത്ത സിനിമ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തമിഴ് സിനിമ വരും. അപ്പോൾ ഭയങ്കര ഡയലമയാണ് ചില സമയത്ത്. മോശപ്പെട്ടൊരു സിനിമ വന്നാൽ ഡയലമ ഇല്ലാണ്ട് പെട്ടെന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, അച്ചുവിൻ്റെ അമ്മ കഴിഞ്ഞിട്ട് മലയാളത്തിൽ ഇനി നല്ല പടങ്ങൾ ചെയ്യും എന്നുള്ള ഇതിലിരിക്കുമ്പോഴാണ് തമിഴിൽ നിന്ന് മിഷ്കിൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ചിത്രം പേജിരി എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടി വിളിക്കുന്നത്. 8 മാസം പോയി ആ പടത്തിന് പോയപ്പോൾ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ കുറേ പടങ്ങൾ ഇവിടെ മിസ് ചെയ്യുന്നു. പക്ഷെ ആ ചിത്രം പേജിരി ഭയങ്കര ഹിറ്റായി അവിടെ. അപ്പോൾ അവിടെയും ഒരു അപ്രീസിയേഷൻ കിട്ടി. അപ്പോൾ അവിടെയും ഒരു മാർക്കറ്റ് ഉണ്ടാക്കുന്നു, ഇവിടെയും ഒരു മാർക്കറ്റ് ഉണ്ടാക്കുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ലൈക്ക് ഒരു പക്ഷേ തമിഴ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവിടെ കുറച്ചും കൂടി വലിയൊരു സ്റ്റാർ ആവാമായിരുന്നു. സോ ഐ എം മിസ്സിംഗ് ദാറ്റ്, ബട്ട് ഐ എം ഗെയിനിങ് സംതിങ് ദെയർ. അപ്പോൾ അറ്റ് ദ മൊമെന്റ് അത് അങ്ങനെ ഈക്വലി ബാലൻസ്ഡ് ആയിട്ട് പോകണം. കുറച്ചും കൂടിയും കഴിഞ്ഞാൽ ഐ വിൽ ഹാവ് ടു ചൂസ്. കാരണം ഇത് എപ്പോഴും ഇങ്ങനെ പോകാൻ പറ്റില്ല. ഇതെന്ത് പറ്റുന്ന വെച്ചാൽ ഇപ്പോൾ റോബിൻഹുഡ് കഴിഞ്ഞ ഉടനെ 2-3 പടങ്ങളിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വേറെ 1-2 ആർട്ടിസ്റ്റ്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഡേറ്റിൻ്റെ പ്രശ്നം കാരണം കുറച്ച് നീട്ടിവെച്ച് 2 പടം നീട്ടിവെച്ച് കറക്റ്റായിട്ട് വന്നത് ഞാൻ തമ്പിക്കോട്ടെ എന്ന് പറഞ്ഞ തമിഴ് സിനിമ ചെയ്യുന്ന ആ ഡേറ്റിലാണ് വന്നത്. തമ്പിക്കോട്ടയാണെങ്കിൽ ഞാനൊരു സോളോ ഹീറോ ആയിട്ടായിരുന്നു. തമിഴിലെ പ്രഭു സാറും മീന മാഡം, സംഗീ, കുറേ ആർട്ടിസ്റ്റ്മാരിലൊരു പടമായിരുന്നു. സോ ഐ കുഡന്റ് ലീവ് ദാറ്റ്. അപ്പോൾ ഈ പടങ്ങൾ മിസ് ചെയ്തു. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് ഇവിടെ വരാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, പിന്നെ വന്ന പടങ്ങൾ ശരിക്കും വീണ്ടും ഇനിയൊരു വർഷം ഗ്യാപ്പായി. ഇനി ചെയ്യുമ്പോൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ളൊരിത് വേണം. അങ്ങനെ ഒരു വെയിറ്റിങ്ങിന് കുറച്ച് മാസങ്ങൾ പോയി. അപ്പോഴായിരുന്നു വീരപുത്രൻ്റെ വരവ്. അപ്പോൾ അത് നമ്മൾ 2 ഇൻഡസ്ട്രിയും കൂടി ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകുമ്പോൾ അതുമായി ഇമ്പോർട്ടൻസ് ഡെലിബറേറ്റ് അല്ല. ഇപ്പോൾ അവിടെ പോയി ചെയ്യണം അങ്ങനത്തെ അല്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീരപുത്രൻ ചെയ്തു തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞില്ല, ലെറ്റ് മീ സി. കാരണം തമിഴിൽ എനിക്ക് വീണ്ടും ഒരു ബ്രേക്ക് സംഭവിച്ചു. അവിടെ 1-2 പടങ്ങൾ ശരിക്ക് മെറ്റീരിയലൈസ് ആയില്ല. കുറച്ച് വലിയ പടങ്ങളായിരുന്നു. ഒരു പടം 80% ഷൂട്ട് ചെയ്ത് നിർത്തേണ്ടി വന്നു, പ്രൊഡ്യൂസേഴ്സ് തമ്മിലുള്ള ക്ലാഷ് കാരണം. അപ്പോൾ അവിടെ ഞാൻ വീണ്ടും ഒരു മലയാളി ആയതുകൊണ്ട് സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീരപുത്രൻ ചെയ്യുമ്പോൾ ശരി ഞാനിനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യട്ടെ പടം. അപ്പോൾ വീണ്ടും മിഷ്കിൻ വിളിച്ചിട്ട് ഇങ്ങനെ മുഖം മൂടി എന്ന് പറഞ്ഞ പടത്തിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തീരെ ക്വൈറ്റ് കൺഫ്യൂസ്ഡ് ആയി. കാരണം ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു യു കനോട്ട് ലീവ് ദിസ് ക്യാരക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മിഷ്കിൻ വിളിക്കുമ്പോൾ എനിക്ക് വലിയ ബ്രേക്ക് തന്ന ഒരു ഡയറക്ടറാണ്. പിന്നെ ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും അങ്ങനെ നോക്കാറുണ്ട്, നമ്മൾ എന്തിനാ ഇവിടെ ചെയ്യുള്ളൂ അവിടെ ചെയ്യുള്ളൂ അങ്ങനെയല്ല. നല്ല പ്രൊജക്റ്റുകൾ വരുമ്പോൾ മിസ് ചെയ്യാതെ നോക്കുക. പക്ഷെ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ സ്റ്റാർഡത്തിനൊരു സ്ലോ ആയിട്ട് വരുന്നൊരു ഇതുണ്ട്. അത് നമ്മൾ സഹിച്ചേ പറ്റും. ஒரு முறை பிறந்தேன் உனக்கென உயிரையும் நான் கொடுப்பேன் மனதினில் உன்னை சுமப்பதினாலே மரணத்தை தாண்டி வாழ்ந்திருப்பேன் என் கண்ணில் உனை வைத்தே காட்சிகளை பார்த்தேன் ஒரு நிமிடம் உனை மறக்க முயன்றதிலே தோற்றேன் நீயே என் இதயமடி நீயே என் ஜீவனடி ஒரு முறை பிறந்தேன் உனக்கென உயிரையும் நான் கொடுப்பேன் மனதினில் உன்னை சுமப்பதினாலே மரணத்தை தாண்டி வாழ்ந்திருப்பேன் என் கண்ணில் உன்னை வைத்தே காட்சிகளை பார்த்தேன் ஒரு நிமிடம் உன்னை மறக்க முயன்றதிலே தோற்றேன் நீயே என் இதயமடி நீயே என் ஜீவனடி. പൊതുവേ ഒരു മൂവി കിട്ടുമ്പോൾ ലൈക്ക് സ്ക്രിപ്റ്റ് തരുമ്പോൾ ഏതായിരിക്കും ആ മൂവിയിൽ മെയിനായി നോക്കുന്നത്? നമ്മുടെ ക്യാരക്ടറാണോ അതോ മൂവി തരുന്ന മെസ്സേജ് ആണോ? എന്തായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്? ബേസിക്കലി എല്ലാവർക്കും ആദ്യം സബ്ജക്റ്റ് ഇഷ്ടപ്പെടണം. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥ ഉണ്ടെങ്കിലേ, കഥ ഇഷ്ടപ്പെട്ടാലേ ബാക്കി എന്തും അതിൽ അപ്പീലിംഗ് ആയിട്ട് തോന്നും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്യാരക്ടറെ നോക്കുക.
പലപ്പോഴും നമ്മുടെ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് കഥ മോശമായിട്ട് അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ കഥ ചിലപ്പോൾ നല്ല കഥ എന്നല്ല, ചിലപ്പോൾ സിനിമ കേൾക്കുമ്പോൾ അറിയാൻ ചിലപ്പോൾ നന്നായി ഓടാൻ സാധ്യത ഉള്ളതാണ്. പക്ഷേ ആ നായകൻ്റെ ക്യാരക്ടറും ഞാനുമായിട്ട് ചിലപ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല. ഇറ്റ് വോണ്ട് ബി അപ്പീലിംഗ്. നമുക്കത് ചെയ്യാൻ താല്പര്യമില്ലാത്തതായിരിക്കാം. ഒരു പക്ഷേ ഞാനല്ല അയാൾ, അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്നിൽ അയാളുടെ ക്വാളിറ്റീസ് ഞാൻ വിശ്വസിക്കാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നായകനായിരിക്കാം. അപ്പോൾ അതൊന്നും ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും. അപ്പം അങ്ങനത്തെ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കുറേ പടങ്ങളും അവോയ്ഡ് ചെയ്യാറുണ്ട്. ബേസിക്കലി സ്റ്റോറിയും പിന്നെ ക്യാരക്ടറുമാണ്. പക്ഷേ ഇപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം കൂടുതൽ ഓഫ് കോഴ്സ് ഡയറക്ടർ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ along with the director and equally important is the producer. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ബാനർ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. നമ്മൾ അത് ഞാൻ ആദ്യമൊക്കെ വെറും സ്ക്രിപ്റ്റിന് മാത്രമായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ബട്ട് നൗ ഇറ്റ്സ് ആക്ച്വലി ദി ഓപ്പോസിറ്റ്. ഇറ്റ്സ് എ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ വിച്ച് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഒരിടയ്ക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ക്യാമ്പസിൽ പഠിച്ചിരുന്ന സമയത്ത് അഭിനയിക്കാൻ വേണ്ടി ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തു, വേറെ ഡ്രാമ സ്കൂളിൽ നിന്ന് ആരെയോ വിളിച്ചുകൊണ്ട് വന്നു. അതെന്ന് വെച്ചാൽ ഈ സ്കൂൾ മുതലുള്ള ആഗ്രഹമായിരുന്നു അങ്ങനെ അഭിനയിക്കണം. അപ്പോൾ ഈ എവിടെയും അങ്ങനെ ഒരു പെർഫോം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സെൻറ് തോമസിലാണ് +2 പഠിച്ചത്. സെൻറ് തോമസിൽ പഠിച്ചപ്പോൾ അവിടെയും ഡ്രാമ കോമ്പറ്റീഷൻ വന്നപ്പോൾ അവരെന്നെ ചേർത്തില്ല. കാരണം അവരിൽ ഓൾറെഡി ഡ്രാമ പ്രീവിയസ് ഇയർ കളിച്ച അതേ ഡ്രാമ തന്നെയായിരുന്നു കളിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പുതിയ ആളെ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അത് ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അന്ന് +2 പഠിക്കുമ്പോൾ. അഭിനയിക്കാൻ പറ്റാതെ, അഭിനയിക്കാനേ പറ്റില്ലേ എനിക്ക് എന്നൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ കേരളോർമയിൽ എത്തിയപ്പോൾ ഞാൻ തീരുമാനിച്ചു അഭിനയിച്ചേ പറ്റൂ. അപ്പോൾ നോക്കുമ്പോൾ മലയാളം കുറേ ഡ്രാമാസ്, ഞാൻ വന്ന് ഇംഗ്ലീഷ് ഡ്രാമ ചെയ്ത് നോക്കാം. അപ്പോൾ ഇംഗ്ലീഷ് നോക്കുമ്പോൾ എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ടിനെ കിട്ടി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുള്ളൂ ഇംഗ്ലീഷ് ഡ്രാമ. അപ്പോൾ നോക്കുമ്പോൾ കേരളോർമയിൽ പ്രീവിയസ് ഇയർ ബെസ്റ്റ് ഡ്രാമ കേരളോർമയ്ക്കാണ്, ബെസ്റ്റ് ആക്ട്രസ്സും ഒക്കെ കേരളോർമയിലാണ്. അപ്പോൾ ഞാൻ അവരെ പോയി അപ്രോച്ച് ചെയ്ത് പറഞ്ഞു, അവരുടെ ട്രൂപ്പിൽ എനിക്ക് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്തവണ സമയമില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ഇന്റർസോണിൽ ചെയ്താൽ തന്നെയാണ് ഞങ്ങൾ ഇത്തവണയും പ്രാക്ടീസ് ചെയ്യുന്നത്. സുനിൽ ഒരു കാര്യം ചെയ്യും, സുനിൽ വേറെ ഡ്രാമയായിട്ട് വരും, നമുക്ക് എന്നിട്ട് ഒരുമിച്ച് ഡിസ്ട്രിക്റ്റിന് പോകാമെന്ന്. അങ്ങനെ ഞാൻ ഇതുപോലെ അങ്ങനെയാണ് ഒരു കൂട്ടുകാരനെ കണ്ടുപിടിച്ചപ്പോൾ ഒരു മാഷിനെ കൽപ്പറ്റ ബാലകൃഷ്ണൻ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞു 2 പേര്, അദ്ദേഹം പറഞ്ഞു 2 പേരിലും കുറഞ്ഞ് ആൾക്കാരെ വെച്ച് ഡ്രാമ ചെയ്യാൻ പറ്റില്ല, മിനിമം 2 പേരെങ്കിലും വേണം. അങ്ങനത്തെ ഡ്രാമകളും വളരെ കുറവാണ്. അങ്ങനെ അബ്സേർഡ് പ്ലേ, സൂ സ്റ്റോറി എന്ന് പറഞ്ഞൊരു എഡ്വേർഡ് ആൽബി എഴുതിയിട്ടുള്ളൊരു പ്ലേ ആയിരുന്നു. ഇത് ഡയറക്റ്റ് ചെയ്യേണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോയി. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി അവിടെ കുറച്ച് ഇവരെ കണ്ടുപിടിച്ചു. അങ്ങനെ ദീപൻ, ബിജു, ജ്യോതിഷ്, ഇവരെ 2-3 പേരായിരുന്നു. അതൊക്കെ നമ്മുടെ ചേട്ടന്മാരായിരുന്നു. ആദ്യം സുവീരൻ എന്ന് പറഞ്ഞൊരു ചേട്ടനെ കണ്ടു. അദ്ദേഹം ആണ് ഇവരെ ലീഡ് ചെയ്തത്. കാരണം സുവീരൻ ചേട്ടൻ വേറെ കോളേജിന് വേണ്ടി ഡ്രാമ ഡയറക്റ്റ് ചെയ്യും. അങ്ങനെ ഇവരൊക്കെ വന്നിട്ട് അതായിരുന്നു എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇവരെന്നെ കൊണ്ടൊന്ന് ചെറുതായി ഇംപ്രവൈസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ നോക്കണ്ടേ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ 2 ക്യാരക്ടേഴ്സേ ഉള്ളൂ ആ ഡ്രാമയിൽ. ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ക്യാരക്ടർ ചെയ്താൽ ഈ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആവാനുള്ള സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചോദിച്ചു സുനിലിതിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, അഭിനയിക്കാൻ അറിയാമോ അത് ആലോചിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും അറിയാമോ എന്ന് എനിക്കറിയില്ല, അറിയാമെന്നൊരു വിശ്വാസം, പക്ഷേ തനിക്ക് ബെസ്റ്റ് ആക്ടർ വേണമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയല്ല, ഈ ക്യാരക്ടറിനുള്ള സാധ്യതയുണ്ടോ? അതുകൊണ്ട് അത് ഞങ്ങൾ തീരുമാനിക്കാം, താൻ ആ ക്യാരക്ടർ തന്നെയാണോ ചെയ്യണമെന്ന് ആദ്യം ഞങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതാണ് മെയിൻ ക്യാരക്ടർ. അപ്പോൾ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടും, നമ്മൾ തന്നെ അത് ചെയ്യണ്ടേ. പക്ഷേ അവർ ഇംപ്രവൈസ് ചെയ്ത് നോക്കിയപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, ഭയങ്കര ജോവിയലായിട്ട്, അങ്ങനെ ഒരു റെബല്യസ് നേച്ചറുള്ള ഒരു ഫ്രണ്ടാണ്. ഞാൻ കുറേ കൂടി ശാന്തനായിട്ടുള്ളത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ക്യാരക്ടർ പടത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. ഐ മീൻ ഡ്രാമയിൽ ഞാൻ ഈ ആഗ്രഹിച്ച ക്യാരക്ടർ ഭയങ്കര വയലൻ്റ് ആയിട്ട് പക്ഷേ അതാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അവർ. എന്നിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡിസ്ട്രിക്റ്റിൽ പോയി, ഫസ്റ്റ് കിട്ടി. ഇന്റർസോണിൽ പോയി, ഇപ്പോൾ ബെസ്റ്റ് ഡ്രാമയും യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറും കിട്ടി. അതായിരുന്നു. അപ്പോൾ അത് ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ശരിക്കും ബെസ്റ്റ് ആക്ടർ കിട്ടിയപ്പോൾ മനസ്സിൽ തോന്നി അഭിനയിക്കാൻ സാധ്യതയുണ്ട്. അതാണ് തോന്നിയത്. പാഷൻ അതായിരുന്നു. അതിനൊരു ചെറിയ എക്സ്പെരിമെന്റ് ആയിരുന്നു തോന്നുന്നു എനിക്ക്. കാരണം എനിക്ക് ബാക്ക് ഓഫ് ദ മൈൻഡ് ഉണ്ടായിരുന്നു, ഇത് ഇന്റർസോണിൽ പോയി ഒരു പക്ഷേ എനിക്കൊരു നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയില്ലെങ്കിൽ ദെൻ എൻ്റെ ആഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ ഡിസിഷൻസിലോ എന്തോ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു.
किच किच बूटा तटा ये गन्ना किच किच बूटा तटा हे किच किच बूटा तटा ये गन्ना किच किच बूटा तटा ये कूसे मुड़ेला उनका मीस विक्कमा ये कण्णिर मैला उनका मेत्त देक्कमा हिट्टनटा कुछ पुरडा इलताना तरुवेंडा ഫാമിലി സപ്പോർട്ടായിരുന്നു അച്ഛനും അമ്മയൊക്കെ അഭിനയം എന്ന് പറഞ്ഞപ്പോൾ? അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഐ ആം ദി ഓൺലി സൺ. അപ്പോൾ അവർക്ക് സിനിമ എന്നൊക്കെ പറയുമ്പോൾ റിസർവേഷൻസ് ഉണ്ടായിരുന്നു. കുറേ യുദ്ധം ചെയ്തു, ഞാൻ അഭിനയിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത് ടേക്ക് എ പ്രൊഫഷണൽ ഡിഗ്രി എന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അതെ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, എഞ്ചിനീയറിംഗ് എടുക്കാം, എന്നിട്ട് ഞാൻ അഭിനയിക്കാൻ പോവാം. പറഞ്ഞു അത് നിൻ്റെ ഇഷ്ടം. പക്ഷേ എൻട്രൻസ് ശരിക്കും എനിക്ക് ഐ കുഡ്ന്റ് ഗെറ്റ് ത്രൂ ദി എൻട്രൻസ്. അത് ക്വൈറ്റ് സർപ്രൈസിങ്. ഞാൻ തിരക്കില്ലാണ്ട് പഠിച്ചിരുന്നു, എന്താ അറിയില്ല. MBA എടുത്തിട്ട് ഞാൻ MBA എടുത്തിട്ട് ഞാൻ അഭിനയിക്കാൻ പോകും ഡിഗ്രി കഴിഞ്ഞിട്ട്. അങ്ങനെ ഡിഗ്രിക്ക് BSc സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചു. പക്ഷെ MBAക്ക് അപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ ഈ +2 ഡിഗ്രി 5 വർഷം കൊണ്ട് ഈ വീട്ടിൽ യുദ്ധം ചെയ്ത്, ചെറിയ രീതിയിലും വലിയ രീതിയിലും യുദ്ധം ചെയ്ത് കൺവിൻസ് ചെയ്തു ഞാൻ ഛായാഗ്രഹണം പഠിക്കാം, സിനിമാറ്റോഗ്രഫി പഠിക്കാൻ പോവാം, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാം. അപ്പോൾ സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞപ്പോൾ അവസാനം ഡയറക്ഷൻ പറഞ്ഞപ്പോഴും അവർ സമ്മതിച്ചില്ല. സിനിമാറ്റോഗ്രഫി ദേ ഗോട്ട് കൺവിൻസ്, കാരണം ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ അത് അവർക്ക് ഓക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ അത് അഡ്മിഷൻ കിട്ടി അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ട്. പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രൈ ചെയ്തു, അവിടെ അഡ്മിഷൻ കിട്ടിയില്ല, അടയാറിലാണ് കിട്ടിയത്. അപ്പോൾ അന്ന് മുതൽ ദേ വർ വെരി സപ്പോർട്ടീവ്. ലൈക്ക് അവർക്ക് അറിയായിരുന്നു ദാറ്റ് ഐ എം റിയലി പാഷനേറ്റ് അബൌട്ട് സിനിമ. അപ്പോൾ എനിക്ക് സിനിമയെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 3 വർഷം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമാറ്റോഗ്രഫി പഠിച്ചു. പിന്നെ വളരെ അവർക്ക് സന്തോഷമായത് ഞാൻ അതിനുശേഷം രാജീവ്